പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദിമുള്ള ദൈവത്തിൻ്റെ കന്യമേണ നീക്കുണ്ടായിക്കട്ടെ. ആമേൻ. കർത്താവിനെ സ്നേഹിക്കപ്പെട്ടവരെ, സഭയുടെ ശുദ്ധീകരണ പെരുന്നാൾ കഴിഞ്ഞ് നവീകരണ പെരുന്നാളിനായും വചന പെരുന്നാളിനായും കർത്താവിൻ്റെ ജനപ്പെരുന്നാളിനായിട്ടെല്ലാം നമ്മൾ ഒരുങ്ങുന്ന സമയം. ഇന്ന് വായിച്ചതായിട്ട് തിരുവചനങ്ങൾ നമുക്ക് നല്ല ഉൾക്കാഴ്ചകളിൽ വിശ്വാസവും പ്രത്യാശയും വർദ്ധിപ്പിക്കുവാനിടയാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ആത്മീയവും മാനസികവും ശാരീരികവുമായ ബന്ധനങ്ങൾ കടന്ന് നമ്മൾ ബന്ധിക്കപ്പെട്ട് തടയപ്പെട്ട് കഴിയുന്ന സാഹചര്യത്തിൽ നമ്മളെ വിടുവിക്കുവാൻ കർത്താവ് തൻ്റെ നാമവും തൻ്റെ രക്തവും തൻ്റെ ജീവനശക്തിയുമെല്ലാം സഭയിലെ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് പ്രയോജനപ്പെടുത്തുന്ന സമയം. അഭിഷിക്തന്മാർക്കൂടെ വിടുതൽ ശുശ്രൂഷ ചെയ്യേണ്ട സമയമാണ്. ഇന്നിപ്പോൾ ധൂപപ്രാർത്ഥനയുടെ സമയം. പരിശുദ്ധ മാതാവും വിശുദ്ധന്മാരും ശുദ്ധിമതികളും എല്ലാവരും വന്ന് വിടുതൽ ശുശ്രൂഷയിൽ നമ്മളെ സഹായിക്കും. മിലുത്തീനിലെ 31 സഹോദരന്മാർ വന്നിട്ടുണ്ട്. അവരെ കർത്താവിന് വേണ്ടി ജീവിച്ച് അവരുടെ സകല ബന്ധനങ്ങൾ ഒഴിഞ്ഞ് അവർ സ്വതന്ത്രരായി പർദീസായിലേക്ക് ഉയർത്തപ്പെട്ട് ഇന്ന് അനേകർക്ക് അവർ സഹായമായി തീർന്നത് നമുക്ക് അനുഗ്രഹമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സദൃശ്യവാക്യങ്ങൾ 22 അധ്യായം 4-ാം വാക്യത്തിൽ താഴ്മയ്ക്കും യഹോവക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാണെന്ന് ജ്ഞാനിയായ ശലോമോൻ തൻ്റെ നിരീക്ഷണ പാഠവത്തിൽ നിന്ന് കണ്ടുപിടിച്ച് പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് നമുക്ക് സ്വയപരിശോധനയ്ക്ക് സഹായകരമാണ്. ധനവും മാനവും ജീവനും നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ ഈ ധനവും മാനവും ജീവനും കുറഞ്ഞു പോകാനോ ചോർന്നു പോകാനോ അപഹരിക്കപ്പെടാനോ സാധ്യതയുള്ള കള്ളന്മാർ എന്ന് പറഞ്ഞ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. ധനവും മാനവും ജീവനും നഷ്ടപ്പെട്ടിട്ട് വലിയ ഭീഷണിയിൽ സങ്കടപ്പെടുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. പലതരത്തിലുള്ള ബന്ധനത്തിൻ്റെ കെടുതികൾ അനുഭവിച്ച് വിടുതലിനായി വന്നവർ ഈ കൂട്ടത്തിലുണ്ട്. ഈ സമയത്ത് എല്ലാ വിശുദ്ധന്മാരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് സഭയിലെ എല്ലാ പുരോഹിതന്മാരെയും മഹാപുരോഹിതന്മാരെയും അഭിഷിക്തന്മാരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് നമുക്ക് വിടുതൽ ആവശ്യമുള്ള എല്ലാ രംഗങ്ങളിലേക്കും വിടുതലിൻ്റെ അനുഭവം തരാൻ ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛനെ നിയോഗിച്ചിരിക്കുന്ന ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതിന് നന്ദി പറഞ്ഞ് അദ്ദേഹത്തെ അതിനായിട്ട് നിയോഗിക്കുകയാണ്. നമുക്ക് ആ അനുഭവം ഏറ്റുവാങ്ങാൻ കാത്തിരിക്കാം. തിരുവചനത്തിൽ നമ്മൾ മനസ്സിലാക്കിയ തിരുവചനമനുസരിച്ച് നമ്മളെ കുടികൊള്ളുന്നതായ എല്ലാ മൂലപാപങ്ങളിൽ നിന്നും വിമോചിതരാകുവാനായിട്ട് നമുക്ക് തീവ്രമായി അഭിലഷിക്കാം. സൂചിപ്പിച്ചതുപോലെ ഒരു മൂലപാപത്തിലും ഭരണം നടത്തുന്നത് സാത്താൻ്റെ ശക്തികളാണ്. ഓരോന്നിലും അവൻ്റെ സ്വാധീനമുണ്ട്. അവനാണ് നമ്മളെ അതിലേക്ക് വലിച്ചടിച്ചുകൊണ്ട് പോവുക. അവൻ്റെ പിടിയിൽ നിന്നും സ്വതന്ത്രമാകാൻ പുണ്യപ്രവർത്തികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും നാം മനസ്സിലാക്കി. പുണ്യപ്രവർത്തികൾ ചെയ്ത് നമുക്ക് ദൈവമുമ്പിൽ കൃപ പ്രാപിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഈ തരത്തിലെ മൂലപാപങ്ങൾ ചെയ്ത് പാപാവസ്ഥയിലായിരിക്കുന്ന മാതാപിതാക്കന്മാർ ജന്മം നൽകുന്ന മക്കളിലേക്കും ഈ പാപമാലിന്യം ഇറങ്ങി വരും എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അതുകൊണ്ട് ഞാൻ പിറന്നു വീഴുന്നത് തന്നെ എന്നിൽ ഇങ്ങനെയുള്ള ചില സ്വഭാവവിശേഷങ്ങൾ പ്രകടമാകാനായിട്ട് ആരംഭിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് എന്നിൽ ഞാൻ രൂപപ്പെടുത്തിയതല്ല. എൻ്റെ മാതാപിതാക്കന്മാരുടെ ജന്മം കൊണ്ടപ്പോൾ തന്നെ എന്നിലേക്ക് അവരുടെ ജീവനിലൂടെ കടന്നു വന്നതാണ്. അത് എന്നിൽ മുളയെടുത്ത് വളർന്നു വന്ന് അത് വലിയ വൻവൃക്ഷമായി തീരാനും ഇടയുണ്ട്. എന്നാൽ മുളയിലെ അത് എടുത്തു കളഞ്ഞാൽ എനിക്ക് യഥാർത്ഥത്തിൽ സ്വതന്ത്രമാകാൻ കഴിയും. അവിടെ നമ്മുടെ ഇവിടെ ശുശ്രൂഷയിൽ 2 പ്രധാന കാര്യങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്ന്, ഞാൻ എന്നെ തന്നെ രൂപപ്പെടുത്തിയ എന്നിൽ കുടികൊള്ളുന്നതായ ആന്തരിക പാപങ്ങളും മുറിവുകളും ഒക്കെ ഓർമ്മിക്കാം. എൻ്റെ മാതാപിതാക്കന്മാരിലൂടെ ഇനി കടന്നു വന്നിരിക്കുന്ന പ്രവണതകൾ ദാവീദ് പറയുന്ന പോലെ ഞാൻ ജനിച്ചത് പാപത്തോടെയാണ്, എൻ്റെ ഉത്ഭവം തിന്മയിലാണ്. ദാവീദ് ഒരു പാപം ചെയ്യാനായിട്ട് ഇടയായത്
അവൻ അന്നേരം മുളയെടുത്തതായിട്ടുള്ള ഒരു വൈകാരികതയല്ല, അവൻ്റെ ഉള്ളിൽ കിടന്നിരുന്ന വലിയ വൈകാരികത തല ഉയർത്തി വന്നതാണ്. അത് നമ്മളിപ്പോൾ അനുസ്മരിക്കേണ്ട കാര്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള മാത്രമേ നല്ലത് ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയെല്ലാം മതവക്കന്മാരുടെ ലൈംഗിക വൈകൃതങ്ങളിൽ നിന്നോ വികാരത്തള്ളലിൽ നിന്നോ ഉണ്ടായതായിരിക്കണം. അങ്ങനെയുള്ള വൈകാരികത ജഡപ്രവണതകൾക്ക് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് ദൈവികമല്ലാത്ത വിധത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന മാതാപിതാക്കന്മാര് ജന്മം നൽകുന്നത് പിശാചിന്റെ കുഞ്ഞുങ്ങളെയാണ്. ദാവീദ് കുഞ്ഞായിരുന്നപ്പോഴും അത് യഹോവയായ ദൈവത്തിൻ്റെ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. ദൈവീയ ശക്തി അവനിൽ വളരെ വ്യക്തമായി പ്രകടമായിരുന്നിട്ടുണ്ടായിരുന്നു. അവൻ വലിയ പ്രഗത്ഭനായിരുന്നു. ആടുകളെ ഇടയനായിരുന്നവൻ ആടുകളെ പിടിച്ചുകൊണ്ടു പോകാൻ ആക്രമിച്ചു കൊണ്ടുപോകാൻ വരുന്ന ചെന്നായ്ക്കളെയൊക്കെ നേരിൽ ചെന്ന് എതിരിട്ട് അതിനെ പിച്ച് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. 12-ാമത്തെ വയസ്സിൽ വെറും ബാലനായിരിക്കുമ്പോഴാണ് ഗോലിയാത്ത് എന്ന് പറയുന്ന രാക്ഷസനായിട്ടുള്ള തൻ്റെ രാജ്യം ആക്രമിക്കാൻ വന്ന രാജാവിനെ ഗോലിയാത്തിനെ അവൻ കൊല്ലുന്നത്. അത്ര പ്രഗത്ഭനും കരുത്തനും ദൈവാശ്രയബോധമുള്ളവനും ദൈവശക്തിയിൽ ആശ്രയിക്കുന്നവനുമായിരുന്നു ദാവീദ്. ദൈവം അവനെ കാനാൻ ദേശത്തുണ്ടായിരുന്ന അധിവസിച്ചിരുന്ന അമോനിയർ, ഹിത്യർ, ഹിവിയർ തുടങ്ങിയിട്ടുള്ള അവിടെ അധിവസിക്കുന്നവരെ മുഴുവനെയും തോൽപ്പിച്ച് ആ രാജ്യം കൈവശമാക്കുവാനായിട്ട് അവരെ ശക്തിപ്പെടുത്തിയ ദൈവമാണ്. അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദാവീദിന് തൻ്റെ സൈന്യാധിപനായ ഉറിയായുടെ ഭാര്യ കുളിക്കാൻ ഇറങ്ങുന്ന ഒരു കാഴ്ച കാണാൻ ഇടയായത്. അവന് എന്തുകൊണ്ട് അതിൽ പെട്ടെന്ന് വികാരമുള്ളവനായി ആകൃഷ്ടനായി മാറിയെന്ന് അവൻ തന്നെ അറിയില്ല. പാപപ്രവൃത്തി കഴിഞ്ഞ് പ്രവാചകൻ വന്ന് ദാവീദിനെ പാപബോധം നൽകി ഉണർത്തിയപ്പോൾ ദാവീദ് വാവിട്ട് കരയുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? എന്നില് ഞാനിങ്ങനെ മഹാപാപം ചെയ്തോ? അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം വെണ്ണീറിലിരുന്ന് ചാക്കുപിടുത്ത് ഉപവസിച്ചിരുന്ന് പൊട്ടി കരയുമ്പോൾ അവന്റെ മനസ്സിലുണ്ടായ അനുതാപ കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. അതിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ ഉത്ഭവം തിന്മയിലായിരുന്നു, ഞാൻ പാപത്തോടെ ജനിച്ചവനാണ്. ഞാൻ ജനിച്ചത് പാപത്തോടെയാണ്, എൻ്റെ ഉത്ഭവം തിന്മയിലാണ്. അങ്ങനെ അവനിൽ ഉറങ്ങിക്കിടന്നിരുന്ന പാപപ്രവണതയാണ് ഈ വലിയ വിപത്തിലേക്ക് ദാവീദിനെ നയിച്ചത് എന്ന് അനുതാപപൂർവം ചിന്തിച്ചപ്പോൾ ദാവീദ് ദൈവമുമ്പിൽ ഏറ്റുപറയുകയാണ്. ദാവീദിന്റെ പാപം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ മക്കളിലേക്ക് ആഴത്തിൽ ചെന്ന് പതിക്കുക. സ്വന്തം സഹോദരിയെ സ്വന്തം സഹോദരൻ ഇതാ അഭിനയം നടിച്ച് രോഗിയാണെന്ന് അഭിനയിച്ച് അവിടെ നിർബന്ധപൂർവം അപ്പനെ കൊണ്ട് തന്നെ പരിചരിക്കുവാനായി വരുത്തി ആ നിഷ്കളന പെൺകുട്ടിയെ ബലാത്സംഗത്തിലൂടെ നശിപ്പിക്കുകയാണ്. അതിന് പ്രതികാരമായി അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരൻ അദ്ദേഹത്തെ അരിഞ്ഞു വീഴ്ത്തുകയാണ്. ദാവീദിന്റെ മറ്റൊരു മകനാണ് സോളമൻ. അനുഗ്രഹങ്ങളാല് സമ്പന്നനായ
ഇത്രമാത്രം ദൈവാനുഗ്രഹം പ്രാപിച്ച മനുഷ്യനുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനി, ജ്ഞാനഗ്രന്ഥങ്ങൾ മുഴുവനും എഴുതിയവനാ. മാത്രമല്ല ജെറുസലേം ദേവാലയം അതിമഹത്തരമായ വിധത്തില് 40 വർഷം കൊണ്ട് പണിതുയർത്തിയവനാ. അവന് ഇതാ ദാവീദിന്റെ കുടികൊണ്ടിരുന്ന ആ വലിയ തിന്മ, ആ വലിയ പാപം അവനിൽ കടന്ന് ആക്രമിച്ചപ്പോൾ ദൈവത്തിന്റെ വലിയ കൽപ്പന മറന്ന് ധിക്കരിച്ച് വിജാതീയ സ്ത്രീകളെ അവൻ ആയിരക്കണക്കിന് പേരെ ഭാര്യയായി സ്വീകരിച്ച് തൻ്റെ വികാര നിർവൃതിക്ക് വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ സോളമൻ രാജാവ് ദൈവത്തിന് മുമ്പിൽ പൂർണ്ണനായും തിരസ്കൃതനായി. മഹാനായ സോളമൻ ഇന്ന് ദൈവത്തിന് മുമ്പിൽ ഒന്നുമല്ലാത്തവനാണ്. അവന്റെ നാമം ഇന്ന് ലോകം എന്നും അംഗീകരിക്കുന്നില്ല, ഏറ്റുപറയുന്നില്ല. ദാവീദിന്റെ നാമം ഇന്നും അത്യുന്നതം തന്നെയാണ്, എന്നാൽ സോളമന്റെ നാമം അങ്ങനെയല്ല. പ്രിയമുള്ള മക്കളെ, നമ്മൾ ഇപ്പോൾ ദൈവമുമ്പിൽ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു വിചാരം കൂടി ഉണ്ടായിരിക്കണം. നിന്നെ പഠിച്ചിട്ട് കാര്യമില്ല, മാതാക്കന്മാരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. അവരുടെ പാപം അവിടെ അപ്പൻ്റെ നിന്ന് വന്ന അവിടെ അപ്പനെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആ പാപം അവരുടെ അപ്പനിൽ നിന്ന് വന്നതാവാം. കാരണം ഇങ്ങനെയുള്ള പാപങ്ങൾ ഇത് ഒഴുകി ഒഴുകി എത്തും. അതാണ് 3-4 തലമുറ വരെ അതിന് കഠിനത നിലനിൽക്കുമെന്ന് ഈശോ ദൈവം പറയാൻ കാരണം. അതുകൊണ്ട് ഈശ്വരനെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ജീവിതത്തിലെ ഈ വലിയ പാപാവസ്ഥയെ മോചിപ്പിച്ച് നമ്മളെ ശുദ്ധീകരിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും ദൈവമുള്ളവനെ, കൃപയോടെ കടന്നു വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാഥ, പാപികളെ കൈക്കൊള്ളുന്നവനായ ദൈവമേ, കർത്താവെ, കണ്ണീരോട് വരുന്നവരെ ആശ്വസിക്കുന്ന കർത്താവെ, ബന്ധിതരെ മോചിപ്പിക്കുന്ന കരുണാസമ്പന്നനായ ശക്തനായ ദൈവമേ, യൂദയായുടെ സിംഹമേ, വീരയോദ്ധാവായ ദൈവമേ, സൈന്യങ്ങളുടെ കർത്താവെ, അവിടുന്ന് കടന്നു വരണമേ. സകല വിശുദ്ധരെ, രക്തസാക്ഷികളെ, പ്രവക്തന്മാരെ, പ്രവാചകന്മാരെ, ദീർഘദർശികളെ, മഹിമയണിഞ്ഞിരിക്കുന്ന സകല വിശുദ്ധരുമേ, സാത്താന് തലയെ തകർക്കാൻ പിതാവായ ദൈവം നിയോഗിച്ചിരിക്കുന്ന വിശുദ്ധ അമ്മേ, സ്വർലോക റാണി, ഭൂലോക റാണി, ത്രിലോക റാണി, പിതാവിന്റെ പ്രിയപുത്രി, രക്ഷകനായ യേശുവിന്റെ അമ്മേ, ആത്മാവിന്റെ മണവാട്ടി, സ്വർഗീയ മധ്യസ്ഥയെ, സ്വർഗീയ കാര്യസ്ഥയെ, നിത്യസഹായമേ, ഞങ്ങളുടെ അഭിഭാഷകയെ, ഞങ്ങളിലേക്ക് അമ്മ കടന്നു വന്ന് ഇതാ അമ്മ മക്കളായ മക്കളുടെ വേദനകളും നൊമ്പരങ്ങളും കൈക്കൊണ്ട് പുത്രനായ യേശുക്രിസ്തുവിലേക്ക് ഞങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ ഉന്നതമായ മധ്യസ്ഥതയാൽ യേശുക്രിസ്തുവിൽ നിന്ന്, യേശുക്രിസ്തു വഴിയായി പിതാവിൽ നിന്ന് ഞങ്ങൾക്ക് പാപമോചനവും രക്ഷയും കൽപ്പിച്ചു നൽകണമേ. ഈ ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ എനിക്ക് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് വേണ്ടി ഇതാ നിന്നോട് ഞാൻ പറയുന്നു, നീ നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക എന്ന് ഈ ലോകത്തിൽ അരുളി ചെയ്തപ്പോൾ ആ തമ്പുരാൻ കർത്താവിൽ ദൈവമായ കർത്താവ് സകല അധികാരവും നിക്ഷേപിച്ചിരിക്കുന്നുവെന്ന് ലോകത്തെ പഠിപ്പിച്ചു. അതേ നാഥൻ തന്നെ പറഞ്ഞു, മക്കളെ, എന്റെ പിതാവ് എനിക്ക് തന്നിരിക്കുന്ന സകല അധികാരവും നിങ്ങൾക്ക് ഞാൻ നൽകുകയാണ്. എന്റെ നാമത്തിൽ നിങ്ങൾ പിശാചുകളെ ബഹിഷ്കരിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്യുകയും സൗജന്യമായി നൽകിയത് ദാനമായി തന്നെ നിങ്ങൾ കൊടുക്കുവിൻ. കർത്താവേ, സ്വർഗീയ പിതാവേ, സഭയിൽ നിന്ന് നൽകിയിരിക്കുന്ന ഈ ശ്ലൈകീയ അധികാരം ഉപയോഗിച്ച് കർത്താവായ മിശിഹായുടെ ഉന്നതമായ നാമത്തില് അവനിലുള്ള ദൈവകൃപയാൽ അവന്റെ കഠോരമായ പീഡാസനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മകനീയ യോഗ്യതകളില് അവൻ ചൊരിഞ്ഞ 28,430 ചോരയുടെ അഭിഷേകം വഴിയായി മക്കളെ, നിങ്ങളിൽ കുടികൊള്ളുന്ന സകല പാപമാലിന്യങ്ങളെയും എന്നേക്കുമായി കഴുകി ഞാൻ വിശുദ്ധീകരിക്കുന്നു.
കർത്താവിന്റെ മണിയ നാമത്തിന് നിങ്ങളുടെ ആന്തരിക പാപത്തിന്മേൽ മുറിവുകളിന്മേൽ പ്രവർത്തിക്കുന്ന നരകശക്തികളെയും അവന്റെ ദൂതന്മാരെയും യേശുവിന്റെ അധികാര നാമത്തിൽ ബന്ധിച്ച് പാതാളത്തിന്റെ നിത്യബന്ധത്തിലേക്ക് തള്ളുവാൻ, പാപത്തിലേക്ക് തള്ളുവാൻ സ്വർഗത്തിലെ ദൂതന്മാരെ ഇറങ്ങി വന്ന് മഹായുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തി, വെളിപാട് 12 പോലെ അവരെ പരാജയപ്പെടുത്തി പാത്രത്തിടുമ്പോൾ പരിശുദ്ധ അമ്മ അവരെ തലയെ തകർത്ത് പാതാളത്തിന്റെ നിത്യബന്ധനത്തിൽ തള്ളുകയും ദൈവമക്കളായ ഞങ്ങളെയെല്ലാം അമ്മയുടെ മാറോട് ചേർത്ത് അത് ഹൃദയത്തേക്ക് അവർ ഉൾക്കൊള്ളിച്ച് അമ്മയെ മേലങ്കിയോട് പൊതിഞ്ഞു കാക്കുകയും ചെയ്തമേ. പക്ഷേ കുഞ്ഞുങ്ങളെ കാക്കുന്നത് പോലെ ഇന്ന് മുതൽ പരിശുദ്ധ അമ്മ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അമ്മേ. മാതാവേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പരിപാലനയും അപരിമയമായ സ്നേഹവും ഞങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ട് ജീവിതകാലത്ത് ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ. ഞങ്ങളുടെ ദുഷ്പ്രവണതകൾ മൂലം ഞങ്ങൾ അനേകം പേരുടെ പാപത്തിലേക്ക് നയിച്ചുപോയി കർത്താവേ. അനേകർ ഞങ്ങൾ തളർത്തി കളഞ്ഞു കർത്താവേ. അനേകരേക്ക് ഞങ്ങളുടെ പാപങ്ങളെ വഴുകിപ്പോഴുവാൻ ഞങ്ങൾ ഇടയാക്കി കർത്താവേ. അതിനെല്ലാം ഓർത്ത് പശ്ചാത്തപിച്ച് അങ്ങേ മുമ്പ് ഞങ്ങൾ മാപ്പപേക്ഷിക്കുമ്പോൾ ഈ നിമിഷം കർത്താവേ, തലമുറ പാപശാപ ബന്ധങ്ങളെയും ഞങ്ങളുടെ പാപക്കറകളെയും മാറ്റിക്കളഞ്ഞ് ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുനാമത്തിന് മാത്രമുണ്ടാവട്ടെ. സാത്താൻ ഇടിമിന്നൽ പോലെ വീഴുന്ന ഞാൻ കണ്ടു. പാമ്പുകളുടെ മേലും തേഴമേലും ദുശക്തിയുടെ മേലും ചവിട്ടി നടക്കാനുള്ള അധികാരം ഇതാ നിങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് ലൂക്കാസ് ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 18-ാം തിരുവചനത്തിന്റെ ഉന്നതമായ യോഗ്യതകളിൽ നിങ്ങളെ ഞാൻ ആശീർവദിച്ച് സകല പാപത്തെ കെട്ടുക സ്വതന്ത്രമാക്കുന്നു. മക്കളെ, ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. എസെക്കിയേൽ 11-ാം അധ്യായത്തിന്റെയും 36-ാം അധ്യായത്തിലും ദൈവത്തിന്റെ ആത്മാവ് കുറിക്കുന്നത് പോലെ നിങ്ങളിലെ ശിലാഹൃദയം എടുത്തു മാറ്റപ്പെട്ട് മാംസമായൊരു ഹൃദയം നിങ്ങൾക്ക് ദൈവം നൽകുമാറാകട്ടെ. കർത്താവ് നിങ്ങളുടെ ഇടയനും നിങ്ങൾ അവിടെ ആടുകളുമായി തീരട്ടെ. കർത്താവ് നിങ്ങളെ ഭരിക്കുകയും പ്രശാന്തമായ ജലാശയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയും സമൃദ്ധിയാൽ നിങ്ങളെ ധന്യമാക്കുകയും ചെയ്യുമാറാകട്ടെ. ഇതാ ഒരു പുതു ചൈതന്യവും നിങ്ങളിലേക്ക് ദൈവമായ കർത്താവ് നൽകി നന്മ ചെയ്യുവാൻ, വിശുദ്ധിയെ ജീവിക്കുവാൻ ഇതാ ദൈവമായ കർത്താവ് നിങ്ങൾക്കെന്നും പ്രേരകമായി തീരട്ടെ. ദൈവത്തിന്റെ ചൈതന്യവും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും അവ നൽകുന്ന സമാധാനവും സന്തോഷവും എന്റെ മക്കളെ നിങ്ങളിൽ ഉണ്ടാകുമാറാട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മറിയാമിൻ ശരണം വരദായകമാക ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകല നന്മയ്ക്കായി പരിണമിക്കുന്നു. നമുക്കറിയാമല്ലോ, അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോടെ അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തന്റെ പുത്രൻ അനേക സഹോദരരിൽ ആദ്യയാളിന് വേണ്ടിയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. ആമേൻ. ആഹായി പാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായി നടത്തായി ശമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയൻ നമ്മുടെ ലോകത്തിന് ജീവൻ രക്ഷയും അറിയിച്ച
വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് ശരീരമെടുത്തവനും നമ്മുടെ ദൈവനിഷ്ഠനായ ഈശോ മിശിഹായുടെ ജീവിതകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടി. അപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറയുവാൻ തുടങ്ങി, ഫരിസേരുടെ കപടയാകുന്ന പുളിപ്പിനെ നിങ്ങൾ സൂക്ഷിക്കുവേൻ. മറിഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതെയും ഇരിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും, വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് പുറമോളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടും. എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങളെ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിയിടുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവേൻ. അതെ, നിങ്ങളോട് ഞാൻ പറയുന്നു, അവനെ നിങ്ങൾ ഭയപ്പെടണം. 5 കൊലിവുകൾ 2 നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ തലമുടിയിട പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവന് ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവരെ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ തള്ളിപ്പറയപ്പെടും. മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവർ ഇത് ക്ഷമിക്കപ്പെടുക, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവരോട് ക്ഷമിക്കപ്പെടുകയില്ല. സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണകർത്താക്കളുടെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കുമെന്ന് എന്ത് പറയുമെന്നും ഉൾക്കണ്ട പറയേണ്ടതില്ല. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. കഴിഞ്ഞ ഞായറാഴ്ചത്തെ ശുദ്ധീകരണ പെരുന്നാൾ കഴിഞ്ഞ് നാളെ അടുത്ത ഞായറാഴ്ചത്തെ നവീകരണ പെരുന്നാളിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയം ഈ നവംബർ മാസം 7-ാം തീയതി ശനിയാഴ്ച ഈ വിശുദ്ധ കുർബാനയ്ക്ക് നമ്മളെവിടെ ആകർഷിച്ചുകൊണ്ടെന്ന് കർത്താവിന് നന്ദി പറയാം. വന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വായിച്ചു കേട്ട തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ ദൈവാത്മാവ് നമുക്ക് തരുന്ന സന്ദേശങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. മിലിത്തീനിലെ 33 സഹോദരന്മാരെ ഓർക്കാനും കൂടെ കടപ്പെട്ട ദിവസമാണ്. ആ രക്തസാക്ഷികൾ തൻ്റെ ജീവിതം കൊണ്ടും മരണം കൊണ്ടും അവിടെ അസ്ഥികൾ കൊണ്ടും കർത്താവിനെ സാക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളുടെയും ജീവിതം സാക്ഷിത്വമുള്ളതാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ ശുദ്ധീകരണവും നമ്മുടെ നവീകരണവും എല്ലാം അതിനുവേണ്ടിയാണ്. ഭയം കൂടാതെ സാക്ഷ്യം നൽകുന്നത് എങ്ങനെയാണെന്ന് അഭിഷിക്തനായ ജെയിംസ് അച്ഛൻ നമുക്ക് തരുന്ന സന്ദേശം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം. ഒരു ജീവിത നവീകരണത്തിലേക്ക് ദൈവമായ കർത്താവ് തൻ്റെ ആത്മാവിലൂടെ നമ്മെ ക്ഷണിക്കുകയാണ്. എൻ്റെ ജീവിതം സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കിയുള്ള ജീവിതമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം സ്വർഗരാജ്യം അവകാശമാക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തെ മറ്റെന്ത് നേടിയാലും ഒരു പ്രയോജനവും ഇല്ല എന്ന് വചനം സാക്ഷീകരിക്കുന്നു. ലോകം അതിന് അവിടെ അനുഭവത്തിൽ മുദ്രവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ലോകം മുഴുവൻ നീ നേടിയാലും നിന്റെ ആത്മാവ് നീ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമാണ് നിനക്കുള്ളത് എന്ന് ലോകരക്ഷകനായ മിശിഹ നമ്മളോട് ചോദിക്കുകയാണ്. ലോകം വെട്ടിപ്പിടിക്കുവാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാട്
മാനുഷിക തലത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളത് സത്യമാണ്. പണം സമ്പാദിക്കുക, ധനം സമ്പാദിക്കുക, സുഖലോലുപതയിലേക്ക് പോവുക, അതുപോലെ എല്ലാ തരത്തിലുള്ള വൈകാരിക സുഖങ്ങളും ഒക്കെ അനുഭവിച്ച് ജീവിക്കുക, അതിനു വേണ്ടിയിട്ട് ഏത് മാർഗം ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ലോകം. അവിടെ നീതി അന്വേഷിക്കാറില്ല, ന്യായം നോക്കാറില്ല, സത്യമെന്തെന്നൊന്നും പരിശോധിച്ച് നോക്കുന്നില്ല, സ്വന്തങ്ങളും ബന്ധങ്ങളും ഒന്നും പരിഗണിക്കപ്പെടാറില്ല. ഒരു കാര്യം മാത്രമാണ് അവൻ്റെ മനസ്സിലുള്ളത്: എല്ലാം വെട്ടിപ്പിടിക്കണം, എല്ലാം അനുഭവിക്കണം. എന്നാൽ അവന് നഷ്ടപ്പെടുന്നത് അവന്റെ ആത്മാവിനെയാണ്. അവന് നഷ്ടപ്പെടുന്നത് അവന്റെ മനസ്സിന്റെ സുസ്ഥിതി, സമാധാനം, സന്തോഷം, ആനന്ദം, സംതൃപ്തി ഒക്കെയാണ് എന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. അവന്റെ പ്രവൃത്തികൾ അവനിൽ തന്നെ അന്ധകാരം വിതയ്ക്കുന്നത് അവൻ കാണുന്നില്ല. അന്ധകാരം വീഴുമ്പോൾ അവൻ അന്ധകാരം അവന് മറയാക്കി അനുഭവിക്കാനായിട്ട് പരിശ്രമിക്കുക. ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല എന്ന് അന്ധകാരത്തിൽ നിൽക്കുന്നവൻ വിചാരിക്കുന്നു. എന്നാൽ നിത്യപ്രകാശമായ ദൈവം എല്ലാം അറിയുന്നവനാണ്. ദൈവമായ കർത്താവ് എവിടെയെങ്കിലും ഒരു പ്രകാശം തെളിയിച്ചാൽ എല്ലാം വെളിവാക്കപ്പെടും. അർദ്ധരാത്രിയിൽ സൂര്യദിച്ചാൽ അവസ്ഥ എന്തായിരിക്കുമെന്നൊക്കെ ചോദിച്ച് നാം കേട്ടിട്ടുണ്ട് പാരമ്പര്യവാദികൾ. പല മനുഷ്യന്റെയും ദയനീയ അവസ്ഥ ലോകത്തിന് അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെ അന്ധകാരത്തെ വകഞ്ഞു മാറ്റി എപ്പോൾ വേണമെങ്കിലും പ്രകാശം വീശുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് എന്ന് നാം അറിയണം. എന്നും ഒരുവന് അന്ധകാരത്തിന്റെ പിടിയിൽ ഒളിഞ്ഞിരിക്കാൻ കഴിയില്ല. എന്നെങ്കിലും അവന്റെ ജീവിതം വെളിച്ചത്തെ കൊണ്ടുവരുവാനിടയായിത്തീരും. കാരണം സത്യവും നീതിയും എല്ലാം വെളിച്ചത്തിൻ്റെതാണ്. അത് എവിടെയെങ്കിലുമൊക്കെ പ്രകാശിതമാക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും തമ്പുരാന്റെ മുമ്പിൽ ശ്രേഷ്ഠമായ ജീവൻ നയിക്കണമെന്ന് ഇന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുമെന്ന് നീ വിചാരിക്കണ്ട. നീ രഹസ്യത്തിൽ മുറിയിൽ വെച്ച് സംസാരിച്ചത് പുരമുകളിൽ വെച്ച് അറിയപ്പെടും, പറയപ്പെടും. ഞാൻ ഓർമ്മിക്കുകയാണ്, ഞാൻ ഇടവയിൽ വികാരിയായിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു അമ്മച്ചി എൻ്റെ ഇടയിൽ വളരെയേറെ വേദനയോടുകൂടി അത് ജീവിതത്തിൽ ഒരു സംഭവം പങ്കുവയ്ക്കുവാനായിട്ട് കടന്നു വന്നു. ആ വേദന ഒന്നുമല്ല, അടുത്ത ഇടവയിലെ ഒരു പള്ളിയിലെ തിരുനാളിനെ സംബന്ധിച്ച് വരവേ അവൾ ഏറ്റവും പൂജ്യമായി സൂക്ഷ്മതയോടെ കാത്തുകൊണ്ടിരുന്ന അവളുടെ കഴുത്തിലണിഞ്ഞിരുന്ന ഏതാണ്ട് 2.5 പവൻ തൂക്കമുള്ള ഒരു മാല ചെയിൻ അത് നഷ്ടപ്പെടുകയാണ്. തിരുസ്വരൂപത്തോട് ചേർന്ന് അവള് കർത്താവിൻ്റെ വാഴ്വിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ ഈ മാല എങ്ങനെയോ കൊളുത്തകന്ന് താഴേക്ക് വീഴുകയാണ്. അവളത് അറിയുന്നില്ല. അടുത്തു നിന്ന് ആരോ അത് കണ്ടു, നിലത്ത് വീഴുന്നത് കണ്ടു. അത് അവള് കൈക്കലാക്കി. അവളത് മറച്ചു വെക്കുകയാണ്. വീട്ടിൽ കൊണ്ടുപോയി വിചാരിച്ചൻ പലതവണ പള്ളിയിൽ ഈ മാല നഷ്ടപ്പെട്ടതിനെ കുറിച്ച് അനൗൺസ് ചെയ്തു. അവളിതെല്ലാം കേൾക്കുന്നുണ്ട്. അവളത് മറച്ചു വെച്ചുകൊണ്ട് നടന്നു. കുറെ നാളുകൾ കഴിഞ്ഞ് ഇവിടെ ആണെങ്കിൽ ഈ നഷ്ടപ്പെട്ടു പോയ സഹോദരി ഭാവാരമായ വേദനയും കണ്ണുനീരുമായിട്ട് നാളുകൾ കഴിഞ്ഞുകൂടി ഒരിക്കലും മാറാത്ത മായാത്ത നൊമ്പരമായി അത് ഉള്ളിൽ കിടന്നിരുന്നു.
അവൾ വിശുദ്ധ അന്തോനിസിന്റെ പ്രത്യേകമായ മാധ്യസ്ഥം തേടി. കാരണം അന്തോനിസ് പുണ്യാളനാണ് നഷ്ടപ്പെട്ടു പോയ വസ്തുവകൾ കണ്ടുകിട്ടുന്നതിൽ ദൈവത്തിന്റെ മുമ്പിൽ മധ്യസ്ഥം വഹിച്ച് അത് സാധ്യതമാക്കി കൊടുക്കുന്ന വിശുദ്ധ. ഇത് അന്തോനിസിന്റെ പള്ളിയുമാണ്. അവിടെ അവൾ വളരെ ശക്തമായ വിധത്തില് മധ്യസ്ഥം നേടി പ്രാർത്ഥിച്ചു. പല തവണ ഇവൾക്ക് ഒരു തരത്തിലുള്ള അനുഭവം ഉണ്ടായി. മാലയെടുത്തിയ ആൾക്ക് ഇത് കൊടുക്കണമെന്ന് മനസ്സാക്ഷി അവളോട് പറഞ്ഞുവെങ്കിലും അവൾ അതിന് തയ്യാറായില്ല. കൊച്ചു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അതിനെല്ലാം കാരണം ഈ മാല ഞാന് അന്യായമായി കൈക്കലാക്കിയതാണ് എന്ന് അവളുടെ മനസ്സാക്ഷി അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. എന്നിട്ടും അവള് അത് തിരികെ നൽകാനായിട്ട് തയ്യാറാകുന്നില്ല. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു മാനസിക രോഗം പിടിപെട്ടു. മാനസിക രോഗം പിടിപെട്ട് അവളെ ആശുപത്രിയിലാക്കി. ആശുപത്രിയിൽ വെച്ച് ഇവൾ പരസ്യമായി ഈ മാല എടുത്തതിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. മറച്ചു വെച്ചിരുന്ന കാര്യമെല്ലാം പുറം ലോകം അറിയാനിടയായിത്തീർന്നു. പിന്നെ പിടിച്ചു നിൽക്കാനാവാത്ത അവസ്ഥയായി. ഈ കാലഘട്ടത്തിനുള്ളില് അവൾ ആ മാലയെല്ലാം വിറ്റുകളഞ്ഞു. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഒന്നിനുപുറകെ ഒന്നായി കടന്നു വന്നപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ആ മാല തിരികെ കൊടുക്കാൻ നോക്കിയാൽ അവളെ കൊണ്ട് സാധിക്കുകയില്ല. അങ്ങനെ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. ഈ സഹോദരനോട് പറഞ്ഞു, ഞാനതെല്ലാം ഉപേക്ഷിച്ചുവെങ്കിലും എൻ്റെ ഉള്ളിൽ നിന്ന് ഈ വേദന ഒരിക്കലും മാറുന്നില്ല. കാരണം എൻ്റെ അമ്മ വളരെയേറെ കഷ്ടപ്പെട്ട് എനിക്ക് അമ്മ വാങ്ങിത്തന്ന മാലയാണ്. അതുകൊണ്ട് എനിക്കത് മറക്കാനാവില്ല അച്ഛാ. എനിക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ. എനിക്കറിയാം അവരുടെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയമാണ്. എനിക്കതുകൊണ്ട് പൊറുക്കാനായിട്ട് ആഗ്രഹമുണ്ട്. ഇപ്പൊ എൻ്റെ ആവശ്യവും ഞങ്ങൾക്കില്ല. എനിക്ക് ധാരാളമായി പണമുണ്ട്. അച്ഛൻ നോക്കിക്കോ, എൻ്റെ കഴുത്തിനും കാതിനും ഒക്കെ ഇഷ്ടം പോലെ ആഭരണമുണ്ട്. ഇപ്പോൾ എനിക്കിന്നതിന് ആവശ്യമില്ല. എന്നാലും എൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ വേദന മാഞ്ഞു പോകുന്നില്ല. അച്ഛനൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. എനിക്ക് മാല ആവശ്യമില്ല. എൻ്റെ ഉള്ളിൽ നിന്ന് ഈ നൊമ്പരൊന്ന് മാറണം. പ്രിയമുള്ളവരെ, ദൈവം കരുണ കാണിക്കുന്നവനാണ്. അവന്റെ കാരുണ്യത്തിന് അന്തമില്ല എന്ന് നമുക്കറിയാം. അത്ര കാരണം കാണിക്കുന്നതാണ് ദൈവം. അതുകൊണ്ട് എനിക്ക് എന്തുമാകുമെന്ന് വിചാരിക്കരുത്. കാരണം ദൈവം നീതിമാനാണ് എന്നറിയണം. നീതിമാനായ ദൈവത്തിന് നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന വിലപിച്ച് കരയുന്നവരെ ഉപേക്ഷിക്കാനാവില്ല. അങ്ങനെ പാപികളുടെ മാത്രം പക്ഷത്ത് നിന്നുകൊണ്ട് പെരുമാറുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ദൈവം എല്ലാവരുടെയും പിതാവാണ്. ആ ദൈവം നീതിക്ക് വേണ്ടി നിൽക്കുന്നവരുടെയാണ് നിലവിളിക്ക് ഉത്തരം കൊടുക്കുന്നത്. അതുകൊണ്ട് പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ സംഭവിക്കില്ല, ദൈവമെല്ലാം ക്ഷമിച്ചു കളയും എന്ന് വിചാരിച്ചുകൊണ്ട് പാപത്തിന് വ്യാപരിക്കുന്ന വ്യക്തികൾക്ക് കർത്താവ് നൽകുന്ന അതികഠോരമായ ശിക്ഷയാണ്. നീതിമാന്റെ നിലവിളി ദൈവസന്നിധിയിൽ സ്വീകാര്യമാണ്. അവൻ കണ്ണീരോടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നീതിയുടെ ചെങ്കോൽ എടുക്കും. അവൻ വെറുതെയല്ല അവന്റെ കയ്യിൽ വാൾ പിടിച്ചിരിക്കുന്നത്, ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ്. നീതിയുടെ ചെങ്കോൽ അവൻ തന്നെ വഹിച്ചിരിക്കുന്നു. ആ ചെങ്കോൽ അവൻ ഉപയോഗിക്കും. അവിടെ എന്നേക്കുമായി ദുഷ്ടനോട് ദൈവം കരുണ കാണിച്ചുകൊണ്ട് അവന് കൊടപിടിച്ചു കൊടുക്കുമെന്ന് വിചാരിക്കുന്നത് യഥാർത്ഥമായ ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ദൈവത്തിന്റെ മുമ്പിൽ നിർമ്മലവും പരിശുദ്ധവുമായ ഒരു ജീവൻ നയിക്കാൻ നമ്മൾ സാധിക്കണം. പ്രത്യേകിച്ച് ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ ചെയ്യുന്ന പാപങ്ങള്
ഫണ്ടമെന്റൽ സിൻസ് അല്ലെങ്കിൽ മൂലപാപങ്ങൾ എന്ന് പറയുന്ന പാപങ്ങളുണ്ട്. അതാണ് അടിസ്ഥാനപരമായി നാം ശ്രദ്ധിക്കേണ്ട പാപങ്ങൾ. കർത്താവ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ നിന്ന് വരുന്ന പാപങ്ങൾ, ഉള്ളിലേക്ക് പോകുന്നതല്ല, ഉള്ളിൽ നിന്ന് വരുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. ആ പാപങ്ങൾ ഏതൊക്കെയാണ്? വ്യഭിചാരം, മോഷണം, കൊലപാതകം എന്ന് തുടങ്ങിയുള്ള ഇത്യാദി പാപങ്ങളാണെന്ന് കർത്താവ് പറയുക. പ്രിയമുള്ളവർ, ഇത് അവന്റെ വിചാരങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന പാപങ്ങളാണ്. മൂലപാപങ്ങൾ എന്ന് പറയുന്നത് നിഗളം, ദ്രവ്യാസക്തി, മോഹം, കോപം, കൊതി, അസൂയ, മടി എന്നീ 7 പാപങ്ങളാണ്. ഇതാണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ അശുദ്ധമാക്കുന്ന പാപം. ഈ പാപങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പാപങ്ങളാണ്. അത് എടുത്തു മാറ്റുന്നില്ല എങ്കിൽ അത് എന്നെങ്കിലും നിന്നെ അടിമപ്പെടുത്തി നിന്നെ സമൂലം അത് നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ഈ പാപങ്ങളെ നീ ഗൗരവമായിട്ട് എടുക്കണം. അത് എല്ലാ മനുഷ്യനിലും ഉണ്ടാവുക സ്വാഭാവികമായ പാപങ്ങളാണ്. അത് മറയ്ക്കപ്പെടുന്ന പാപങ്ങൾ, അത് സ്വാഭാവികമായിട്ടൊക്കെ എല്ലാം ഉണ്ടാകും. അത് പുണ്യങ്ങളിലൂടെ അതിനെ നമ്മൾ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് വചനം പറയുക, അല്ലെങ്കിൽ സഭ പഠിപ്പിക്കുക. അതുകൊണ്ട് നിഗളത്തിന് എളിമ എന്ന ഒരു പ്രതിവിധി ഉണ്ടാകും. അവിടെ കൂടുതൽ നമ്മളെ തന്നെ എളിമപ്പെടുത്തണം. അഹങ്കാര ചിന്ത, നിഗള ചിന്ത എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുമ്പോൾ ഞാൻ സ്വയമേ താഴാൻ തയ്യാറാകണം. നിഗള ചിന്തയാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത്. ഞാൻ എന്തോ ആണെന്ന ഭാവം, ആ ഭാവത്തെ ജീവിക്കുമ്പോൾ മറ്റുള്ളവനെ തീർത്തും അവഗണിച്ച് കളയുന്ന ഒരവസ്ഥയുണ്ടാകും. അപ്പനെ പോലും അവഗണിക്കും, അമ്മയെ പോലും അവഗണിക്കും, സ്വന്തം ഭാര്യയെ പോലും അവഗണിക്കും, സ്വന്തം മക്കളെ പോലും അവഗണിക്കും. ആരെയും തന്നേക്കാൾ വലുതായി കാണുവാൻ സാധ്യമല്ലാത്ത വിധത്തില് ഇവൻ പൊന്തി നിൽക്കുന്ന ഒതളങ്ങ പോലെ ആയിരിക്കും. ആരെയും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവിടെ എന്താണ് ചെയ്യേണ്ടത്? നീ എളിമ അഭ്യസിക്കണം. ഈ തിന്മ നിന്നിൽ നിന്ന് കടന്നു പോവുകയില്ല. എന്നാൽ എളിമ നീ അഭ്യസിക്കും തോറും ഈ തിന്മ നിന്നിൽ നിന്ന് കുറെ ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എളിമ അതിന് പ്രതിവിധിയാണ്. സ്വയം താഴ്ത്തുക, സ്വയം എളിമയിൽ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ഓർത്തു നോക്കണം, ഒരു അലക്സാണ്ടർ ചക്രവർത്തി, ഒരു നെപ്പോളിയൻ ചക്രവർത്തി വന്നു കഴിഞ്ഞാൽ, അലക്സാണ്ടർ ചക്രവർത്തി വന്നു കഴിയുമ്പോൾ എന്നേക്കാൾ വലുതവനായിട്ട് ആരുമില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. അതിനേക്കാൾ എത്രയോ വലിയ പ്രഗത്ഭമായ ചരിത്രത്തിൽ നാം കണ്ടിട്ടുണ്ട്. നീറോയെ പോലെ, നെപ്പോളിയനെ പോലെ വലിയ വലിയ ആളുകൾ വേറെ ഇഷ്ടം പോലെ. അപ്പോൾ ആരും ഈ ലോകത്തിൽ ഒന്നാമനല്ല. ഒരു മനുഷ്യനും എല്ലാവിധത്തിലും ഒന്നാമനായിട്ട് ഈ ലോകത്തിലുണ്ടായിട്ടില്ല, ഉണ്ടാകാൻ പോകുന്നുമില്ല. ഒന്നാമനായ ഒരുവൻ മാത്രമേ ഉള്ളൂ, ദൈവം. അതുകൊണ്ട് അവന് മുമ്പിൽ നിൽക്കാൻ കഴിയണം. ദൈവം മാലാഖമാരെ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്നതിനാല് സമുന്നരെ സമ്പുഷ്ടരായിട്ടും പ്രകാശിക്കുന്ന തേജോ നാളങ്ങളായിട്ടുമൊക്കെ അവരെ കണ്ടപ്പോൾ അവർ അഹങ്കാരം മൂത്തവരായി മാറി. മനുഷ്യനെ ദൈവം മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തിയത് കൊണ്ട് അവനത്രത്തോളം പ്രശോഭിതനായിരുന്നില്ല. മാലാഖമാരത്തോളം മനുഷ്യൻ പ്രകാശമുള്ളവനല്ല, തീനാളങ്ങളെ പോലെ ജ്വലിക്കുന്നവനായിരുന്നില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് ഈ മനുഷ്യനെ നീ ആദരിക്കണമെന്ന് പറഞ്ഞപ്പോൾ മാലാഖമാര് അതിന് തയ്യാറായില്ല. അവന്റെ അഹങ്കാര ചിന്ത, നിഗള ചിന്ത അവനെ കൊണ്ട് അതിനനുവദിച്ചില്ല. അവൻ പറഞ്ഞു, ഞങ്ങൾ പ്രകാശത്തിൽ ജനിച്ച തീനാളങ്ങളാണ്, ഞങ്ങള് ഈ മണ്ണ് മനുഷ്യന്റെ മുമ്പില് ആദരിക്കുക എന്ന് പറഞ്ഞാല് അത് നാണക്കേടാ, ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യില്ല. ദൈവം മാലാഖമാരെ സൃഷ്ടിച്ചത് ശുശ്രൂഷകരായിട്ടുള്ള മാലാഖമാരായിട്ടാണ്, ദാസന്മാരായിട്ടാണ്. അത് ദൈവം ആരെല്ലാം ശുശ്രൂഷ ചെയ്യാൻ ആവശ്യപ്പെടുന്നു അവർക്കെല്ലാം ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി അവരെ സ്വഭാവേന
അവര് സൃഷ്ടിക്കപ്പെട്ടതാണ്. അവിടെ അടിസ്ഥാന കടമ വിധേയമായി നിന്നുകൊണ്ട്, എളിമയിൽ നിന്നുകൊണ്ട് ദൈവം ആരോടൊക്കെ ആവശ്യപ്പെടുന്നോ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഹെബ്രായ ലേഖനം 1:14 പറയുന്നത്, രക്ഷയുടെ അവകാശികളായിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്നവരാണ് മാലാഖമാര്. നമ്മളൊക്കെ രക്ഷയുടെ അവകാശികളാ. എന്റെ ഇടയ്ക്ക് വന്ന് ശുശ്രൂഷിക്കാൻ പറഞ്ഞാൽ മാലാഖ വന്ന് ശുശ്രൂഷിക്കണം. മാലാഖയുടെ കടമയാണ് എന്നെ ശുശ്രൂഷിക്കുക എന്നുള്ളത്. ദൈവം നിയോഗിക്കുന്ന വ്യക്തികളെല്ലാം ശുശ്രൂഷിക്കണം. എന്നെയും നിങ്ങളെയൊക്കെ കാക്കാൻ വേണ്ടി മാമോദിസ സ്വീകരിച്ചപ്പോൾ ദൈവം ഓരോ മാലാഖമാരെ അയച്ചിട്ടുണ്ട്. നിരന്തരമായി എൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് ആ മാലാഖ എന്നെ സഹായിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് മലാക്കി 3:1 പറയുന്നത്, നിനക്ക് മുമ്പേ എന്റെ ദൂതന്മാരെ ഞാൻ അയക്കും, അവൻ പോയി നിങ്ങൾക്കായി വഴിയൊരുക്കും, ഞാൻ നിശ്ചയിച്ച സ്ഥലത്തേക്ക് നിങ്ങളെ അവൻ കൊണ്ടുപോകും. ദൈവത്തിന്റെ ദാസന്മാരാണ് മാലാഖമാര്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദാനിയേല് സിംഹക്കൂട്ടിൽ കിടന്ന് വിശന്നപ്പോൾ ദൈവം മാലാഖയോട് പറഞ്ഞു, ഇതാ പ്രവാചകനായ ഹബക്കൂക്ക് ആകാരവുമായിട്ട് വേലക്കാരന്റെ അടുത്തേക്ക് പോകുന്നു. നീ അവനെ മുടിക്കുത്തിന് പിടിച്ച് അവനെ പൊക്കിയെടുത്ത് ദാനിയേലിന്റെ സിംഹക്കൂട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കണം. ആകാരം ആ ഹബക്കൂക്ക് ദാനിയേലിന് കൊടുക്കട്ടെ. ആകാരം കൊടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും ദൈവം കൽപ്പിച്ചു, ദൂത ഹബക്കൂക്ക് പ്രവാചകനെ വീണ്ടും എടുത്ത് നീ എവിടുന്ന് എടുത്തു കൊണ്ടുവന്നോ അവിടെ കൊണ്ടുപോയി നാക്കുക. അപ്പോൾ തന്നെ അത് പാലിക്കേണ്ടി വന്നു. ഇസിദോറ് ഒരു കർഷകനായിരുന്നു. വിശുദ്ധ ഇസിദോറ് അദ്ദേഹം വയലിൽ ജോലി ചെയ്യാൻ വേണ്ടി യജമാനെ നിയോഗിക്കും. വയലാവ് നിശ്ചയിച്ചതോ ജോലി പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ പ്രകടമേൽക്കേണ്ടി വരും. എന്നാൽ ഇസിദോറിനെ സംബന്ധിച്ചിടത്തോളം വിസ്തുർബാനയ്ക്ക് പോകാതിരിക്കുവാനായി സാധിക്കുകയില്ല. വിസ്തുർബാന അത്രമാത്രം അവന് അങ്ങേയറ്റം പ്രതിപത്തി നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് വിസ്തുർബാന മുടങ്ങുക എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് സഹിക്കാനാവാത്ത വേദനയാണ്. യജമാനാണെങ്കിൽ അവന് ജോലി പൂർത്തീകരിക്കണം, ജോലി എത്രത്തോളം ചെയ്യിക്കണമോ അത്രയും ചെയ്യിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ചിന്ത. അതുകൊണ്ട് അദ്ദേഹം ഇടയ്ക്കെല്ലാം പോയി നോക്കും, അവന് വേല നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. ഇസുദോറിന് പള്ളിയിൽ പോകുവാൻ സമയമായി. അവന് കാളകളെ അവിടെ വിട്ടിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവിന്റെ മാലാഖമാരെ അയക്കണമേ, ഈ ജോലി എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല, മാലാഖമാരെ അയച്ച് അത് ചെയ്യിക്കണമേ. യജമാനൻ വരുമ്പോൾ അടികൊള്ളാൻ എന്നെ നീ വിട്ടുകൊടുക്കരുതേ എന്ന് പ്രാർത്ഥിച്ച് ഇസുദോറ് ദേവാലയത്തിൽ വിസ്തുർബാനയ്ക്കായി പോയി. യജമാനൻ വന്ന് നോക്കുമ്പോൾ ഇതാ 2 മഞ്ഞക്കാളകൾ, സാധാരണ ഉള്ള കാളകളല്ല, വേറെ ഏതോ പ്രത്യേകമായ രീതിയിലുള്ള കന്നാല് വെച്ച് ഒഴിവ് നടക്കുന്നുണ്ട്. അത് ഞാൻ തിരിച്ചുപോയി. ഇസുദോറ് പള്ളിയിൽ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കാണുന്നത് താൻ ചെയ്തതിനേക്കാൾ ഇരട്ടി വേല ചെയ്തിട്ടിരിക്കുന്നതാണ് കാണുവാൻ കഴിയുക. ദൈവം മാലാഖമാരെ അയച്ച് ഇസുദോറ് ചെയ്യുന്ന വേലയുടെ ഇരട്ടി ജോലി ചെയ്തു കൊടുത്ത് ഇസുദോറിനെ സഹായിച്ചു. അപ്പൊ ദൈവം കൽപ്പിക്കുന്ന അനുസരിച്ച് മാലാഖമാര് ചെയ്യും. ദൈവത്തിന് അതിന് സാധിക്കും. അവിടെ ഈ മാലാഖമാര് അഹങ്കാര നിമിത്തം പറഞ്ഞു, ഞങ്ങൾ നീ കൽപ്പിക്കുന്നത് പോലെ മനുഷ്യനെ സേവിക്കുകയോ അവനെ ശുശ്രൂഷിക്കുകയോ അവന് മുമ്പിൽ ആദരിക്കുകയോ ചെയ്യുകയില്ല. ആ നിഗളവാക്കുകളാണ് ലൂസിഫറിനെയും കൂട്ടരെയും പാതാളത്തിൽ നിത്യബന്ധത്തിലേക്ക് തള്ളുവാനിടയാക്കിയത്. അപ്പൊ എന്റെ പ്രിയമക്കളെ ഓർക്കണം, അഹങ്കാരിയെ ദൈവം തകർക്കും. നിഗളത്തിന്റെയും വ്യർത്ഥാഭിമാനത്തിന്റെയും അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും ഒക്കെ അവസ്ഥയിൽ പോകുന്നവർക്ക് കർത്താവ് പാതാള ഗർത്തത്തിൽ തള്ളുന്ന ശിക്ഷയാണ് നിയോഗിച്ച് വെച്ചിരിക്കുന്നത്. അഹങ്കാരത്തെ നമ്മൾ ഉന്മൂലനം ചെയ്യണം. അതൊരു വലിയ പിശാചാണ്. അഹങ്കാരത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന പിശാച് ലൂസിഫർ തന്നെയാണ്. അതുപോലെ 7 പിശാചുകളാണ് 7 മൂലപാപങ്ങളെയും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ പാപങ്ങളുടെ മേൽ നീ വിജയം നേടണം. മോഹം എല്ലാം നേടിയെടുക്കാനുള്ള എൻ്റെ വ്യഗ്രത,
എല്ലാം വെട്ടിപ്പിടിച്ച് എന്റേതാക്കണം. എത്ര കിട്ടിയാലും മുതലാവില്ല. പ്രായം 75 80 കഴിഞ്ഞു. എന്നാലും അവന്റെ വിചാരം മുഴുവനും ഇനിയും വെട്ടിപ്പിടിക്കണം, ഇനിയും വെട്ടിപ്പിടിക്കണം. പുതിയ വ്യവസായം, പുതിയ കാര്യങ്ങൾ. താനിതാ കുടിയിലേക്ക് കാലി നീട്ടി തുടങ്ങിയിരിക്കുന്നു. അതൊന്നും അവൻ ഗൗനിക്കുന്നില്ല. ഇനി അവന്റെ വിചാരം ഇനിയും വെട്ടിപ്പിടിക്കണം. നേടിയത് പോരാ എന്ന നിലയിലേക്ക് പോവുകയാണ്. ചിലർക്ക് പ്രായം 98 100 അടുത്തു. മക്കളും അതിന്റെ മക്കളുമായിട്ട് ഇതാ സന്തതി പരമ്പരകളുണ്ട്. എന്നിരുന്നാലും തന്റെ മകന് വിഹിതങ്ങൾ വീതിച്ചു കൊടുത്ത് അവന് സ്വാതന്ത്ര്യം വിടുവാൻ വല്യപ്പൻ അപ്പൻ തയ്യാറല്ല. തന്റെ മക്കളും അതിന്റെ മക്കളും ഒക്കെയായി. ഇന്നും ഏത് കാര്യത്തിനും ഈ മുത്തശ്ശന്റെ അടുത്ത് പോയി ചോദിക്കണേ. കൊച്ചുമക്കളായാലും മകൻ അപ്പൻ്റെ അടുത്ത് പോയി ചോദിക്കണം. ഏത് കാര്യത്തിനും എല്ലാം ഈ 98-കാരൻ അധീനത്തിൽ വെച്ചിരിക്കുക, വിട്ടുകൊടുക്കുകയില്ല. ഇത് എൻ്റെ അനുഭവത്തിലുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞതാണ്. എന്തു പറഞ്ഞാലും കാണുന്നവർ കേൾക്കുകയില്ല. ഇതുപോലെയുള്ള മനുഷ്യന്റെ മനോഭാവങ്ങളെയാണ് ഇന്നത്തെ വചനം കുറ്റപ്പെടുത്തുക. പ്രിയമുള്ള മക്കളെ, നമ്മൾ ദൈവത്തിന് മുമ്പിൽ എളിമയോട് നിൽക്കുവാൻ കടപ്പെട്ടതാണ്. ദൈവത്തിന് അങ്ങനെ ആയിരിക്കുവാനായി നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. നമ്മളെ ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ദൈവം നമ്മളെ പൂർണ്ണമായി അറിയുന്നുമുണ്ട്. നിന്റെ വേദനകളിൽ ദൈവം നിന്നെ സഹായിക്കും. നിന്റെ ഓരോ നിസ്സാര കാര്യങ്ങളിൽ പോലും നിന്റെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിട്ടുണ്ട് എന്ന് നീ അറിയുക. നിന്റെ ഹൃദയത്തിന്റെ ഒരു കൊച്ചു നൊമ്പരം പോലും കർത്താവ് അറിയുന്നുണ്ട്. ഏത് നിസ്സാര കാര്യം ചോദിച്ചാലും അതുപോലും സാധിച്ചു നൽകുന്നതാണ് നിന്റെ ദൈവം. നിസ്സാര കാര്യങ്ങൾ പോലും. ചില ഭക്തരായ ആളുകൾ പറയാറുണ്ട്, ഏത് കാര്യമൊന്ന് മനസ്സിൽ വിചാരിച്ചിട്ടേ ഉള്ളൂ, അത് അവിടെ ലഭിക്കും. മനസ്സിൽ വിചാരിച്ചാൽ മതി, അത് സംഭവിച്ചിരിക്കും. കർത്താവ് കൊണ്ടേ കൊടുക്കും. കർത്താവിനെല്ലാം അറിയാം. എൻ്റെ പ്രേയർ സെന്ററിൽ ഒരു കാര്യം ചെയ്യുന്നത് അപ്രകാരമാണ്. ഒന്നിനും ഒരു മുട്ടുണ്ടാവില്ല. കർത്താവ് യഥാസമയത്ത് കൊണ്ടുവരും. സമ്പാദിച്ചനായ നോസുട്ടിയെല്ലാം പറയും, ഇവിടെയും ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം തമ്പുരാൻ കർത്താവ് തക്ക സമയത്ത് നൽകി അനുഗ്രഹിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. ദൈവം നമ്മളെ പൂർണ്ണമായി അറിയുകയും നീതിപൂർവ്വം ന്യായപൂർവ്വം നമ്മെ അവിടുന്ന് നയിക്കുകയും ചെയ്യും. അനുഗ്രഹത്തിന്റെ ഭണ്ഡാരം അവന്റെ മുമ്പിലുണ്ട്. അത് ഈ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാ. നമ്മള് യെശയ്യാ 45:2 പറയില്ലേ, 2-3 വചനത്തില്, അജ്ഞാത സമ്പത്ത്, നിഗൂഢമായിട്ടുള്ള ധനം നിങ്ങൾക്കായി കർത്താവിന്റെ കാര്യങ്ങളുണ്ട്. അത് കർത്താവ് എടുത്തു തരും. അവനെ തേടിയാൽ മതി. കർത്താവിനെല്ലാം തരാൻ കഴിയും. ജെറമ്യാ 33:3 പറയുന്ന പോലെ, എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരും. നിന്റെ ബുദ്ധിക്ക് അതീതമായത് ഞാൻ തരും. വലിയ മഹത്വം നിനക്ക് ഞാൻ തരും. നീ അതിലേക്ക് മാത്രം ശ്രദ്ധ, എന്നെ പ്രത്യാശ വയ്ക്കുക. എന്റെ മുമ്പിൽ നീ നിൽക്കുക. എനിക്ക് വേണ്ടി നീ ജീവിക്കുക. അപ്പോൾ നിനക്ക് സമാധാനത്തോടെ ഈ ലോകത്തോട് യാത്ര പറയുവാൻ കഴിയും. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചവന് സമാധാനമില്ല. എല്ലാം ഇട്ടിട്ട് പോകേണ്ടി വരുമ്പോൾ അവന് സഹിക്കാനാവുന്നില്ല. ചില ആളുകളൊക്കെ മരണം കഴിഞ്ഞിട്ട് കടന്നു പോകാതെ നിൽക്കുന്നതായിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് ഒരു വലിയ സമ്പന്നനായ മനുഷ്യൻ പണം സമ്പാദിച്ചു കഴിഞ്ഞ് അവന് കൊതി തീർന്നിട്ടില്ല. അവൻ മരണമടഞ്ഞ് കുറേ നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും എല്ലാ ദിവസവും വീടിൻ്റെ മച്ചുംപുറത്ത് തട്ടുംപുറത്ത് എന്നും കിലുകിലെന്നൊരു ശബ്ദമാണ്. ഈ ആത്മാവ് പോയിട്ടില്ല. അവിടെ ചാക്കുംപടി അന്നത്തെ കാലത്തെ നാണയങ്ങൾ കെട്ടിവെച്ചിട്ടുണ്ട്.
അതെല്ലാ ദിവസവും വന്ന് അവൻ എണ്ണി നോക്കുക, ആരെങ്കിലും അതിനകത്ത് എടുത്തോ ഇല്ലയോ എന്നറിയാൻ. ആത്മാവിന് പോകാൻ പറ്റുന്നില്ല. പിന്നെ ഏതച്ഛന്മാരെ കൊണ്ടുവന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചാണ് ആ ഒരു പ്രശ്നം തീർത്തത്. അപ്പോൾ നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ആത്മാവ്. നിന്റെ നിക്ഷേപം ഈ ലോകത്തിലാണ് എങ്കിൽ നിന്റെ ആത്മാവിന് ഇവിടെ നിന്ന് വിട്ട് സ്വർഗത്തേക്ക് പോകാൻ പറ്റുകയില്ല. നിന്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് നോക്കി ഒരുക്കുവാൻ കടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ആത്മാവിനെ സ്വർഗത്തിലേക്ക് ഒരുക്കണം. അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുന്നതിന് മുമ്പ് തന്റെ ചുറ്റും കൂടിയിരുന്ന തൻ്റെ മന്ത്രിമാരും മറ്റുള്ള ആളുകളോടെല്ലാം പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ഈ ലോകം മുഴുവൻ ഞാൻ വെട്ടിപ്പിടിച്ചു. പക്ഷേ ഒരു കാര്യം എനിക്ക് ഇന്ന് വേദന ഉളവാക്കുന്നു. ഞാൻ മരണത്തിലേക്ക് കടന്നു വരികയാണ്. സ്വർഗരാജ്യത്തിൽ എൻ്റെ ആത്മാവിന് വേണ്ട കാര്യങ്ങൾ കാര്യമായിട്ടൊന്നും നേടിയെടുക്കുവാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഞാനിത് ആ ഒരു കാര്യത്തിൽ മാത്രം വെറും കൈയായി പോകേണ്ട അവസ്ഥയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് നിങ്ങളെന്നെ സൗമഞ്ചത്തിൽ കിടത്തുമ്പോൾ എൻ്റെ 2 കൈകളും 2 വശത്തേക്കായി പുറത്തേക്ക് ഇട്ടിരിക്കണം. ഈ ലോകം മുഴുവനും അറിയട്ടെ, മഹാനായ അലക്സാണ്ടർ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് സ്വന്തമാക്കിയവൻ കടന്നു പോകുന്നത് ശൂന്യമായ കരങ്ങളിലൂടെയാണ്, നിരാശയോടെയാണ്. ശൂന്യമായ അവസ്ഥയിൽ നീ കടന്നു പോകേണ്ടി വന്നാൽ ആ വേദന ഭയാനകമാണ്. ഒരു ലോകം മുഴുവൻ നേടാൻ സാധിച്ചേക്കാം, ഒത്തിരി വൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയേക്കാം. അതുകൊണ്ടൊന്നും എൻ്റെ മനസ്സിന് സമാധാനമോ സന്തോഷമോ ലഭിക്കുകയില്ല. ഞാൻ ആഹാരം കഴിക്കാനായി തുടങ്ങുമ്പോൾ ഒരു ദരിദ്രൻ വന്ന് നിൽക്കുന്ന കണ്ടാൽ ആ ആഹാരം അവനുണ്ടായി കൊടുത്തിട്ട് അവിടുത്തെ ആഹാരം ഞാൻ വേണ്ടാന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ ഭയാനകമായ സന്തോഷം ഉണ്ടാവും, എന്തെന്നില്ലാത്തൊരാനന്ദം. അവനവൻ്റെ വഴിക്ക് പോട്ടെ, ദരിദ്രൻ ദണ്ഡി നടക്കുന്നവൻ എന്ന് വിചാരിച്ച് ഞാൻ ആഹാരം മുഴുവനും കഴിച്ചിട്ട് എനിക്ക് സന്തോഷവും സമാധാനവും കിട്ടുകയില്ല. യേശുവിൻ്റെ പ്രിയമുള്ള മക്കളെ, കൊടുക്കുമ്പോൾ, എന്നെ ശൂന്യവൽക്കരിക്കുമ്പോൾ, ഞാൻ ഒന്നുമല്ലാത്തൊരവസ്ഥയ്ക്ക് താണു കൊടുക്കുമ്പോൾ എനിക്ക് എൻ്റെ ആത്മാവ് അതിഭയകരമായ സന്തോഷത്തിലേക്കും സംതൃപ്തിയിലേക്കും ആനന്ദത്തിലേക്കും വരും. അതിനെയാണ് സ്വർഗീയ ആനന്ദം എന്ന് പറയുക. മനസ്സിൻ്റെ ഉള്ളിക്കിടക്കുന്ന ആനന്ദം. ഈ സ്വർഗീയ ആനന്ദമാണ് അതിൻ്റെ പൂർണ്ണതയിൽ നമ്മുടെ അന്ത്യത്തിന് ശേഷം നമ്മൾ പ്രാപിക്കാൻ പോവുക. അത് ഈ ലോകത്തിലില്ലാത്ത ഒരു ആനന്ദം അങ്ങേ ലോകത്തിൽ കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. നന്മ ചെയ്യുന്നതിൻ്റെ, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ശൂന്യവൽക്കരിക്കുന്നതിൻ്റെ, മറ്റുള്ളവർക്ക് എല്ലാം കൊടുക്കുന്നതിൻ്റെ, നീതി പ്രവർത്തിക്കുന്നതിൻ്റെ, സത്യം തേടിയതിൻ്റെ ആനന്ദം ഈ ലോകത്തിൽ അനുഭവിക്കാത്ത ഒരു വ്യക്തിക്ക് പരലോകത്തിൽ ഒരാനന്ദവും അനുഭവിക്കാൻ സാധിച്ചു എന്ന് വരികയില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ ആനന്ദമുണ്ടോ, സന്തോഷമുണ്ടോ എന്ന് പരിശോധന ചെയ്യണം. ഇത് ശുദ്ധീകരണത്തിൽ നിന്നും ജീവിത നവീകരണത്തിലേക്ക് നമ്മളെ സഭാമാതാവ് നയിക്കുന്ന നാളുകളാണ്. അതിനായി നമ്മളിന്ന് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാം, എൻ്റെ ആത്മാവിൽ നിറവുള്ളവരായി തീരുവാൻ പരിശ്രമിക്കുകയും ചെയ്യാം.